ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്കൊരു കടായിലോട്ട് വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അരി ഒട്ടി പിടിക്കാതിരിക്കാനാണ് നെയ്യ് ഒഴിക്കുന്നത്. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് ഓയിലായാലും ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന 1/2 കിലോ റൈസാണ്, ബസുമതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അരി നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് കുതിർത്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ തിളച്ച വെള്ളത്തിലോട്ടിട്ട് വേവിക്കാൻ. അരി ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, കാരണം ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കണം നമുക്ക് അരി വെന്ത് കിട്ടേണ്ടത്. ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് അരി നന്നായി വെന്തിട്ട് ഊറ്റി വെച്ചേക്കുന്ന ഒരു ഫോട്ടോയാണ്. നമുക്ക് ഈ ഒരു വേവിന് മതി, ഒത്തിരി അങ്ങ് വേവിക്കേണ്ട. ഇനി നമുക്ക് വേറൊരു കടായി എടുക്കണം. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് മുട്ടയൊന്ന് റെഡിയാക്കി വെക്കാം. അതിനാദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 5 മുട്ടയാണ്. ഈ മുട്ടയ്ക്കകത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 5 മുട്ടയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 30 സെക്കൻഡെങ്കിലും ചെറുതായിട്ടൊന്ന് വരട്ടുമ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വരട്ടിയെടുക്കാം. അതിന് നമുക്കൊരു കടായി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞാൽ വെളുത്തുള്ളി ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇടാം. ഒത്തിരി സവാള ഇടേണ്ട. ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സവാളയും കൂടി നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ബീൻസ് അരിഞ്ഞത് ചേർക്കാം. ബീൻസും നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ബീൻസൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചേർക്കാം. നമ്മളപ്പോൾ എല്ലാ വെജിറ്റബിൾസും ചെറുതായിട്ട് ക്യൂബായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരും. ഞാനിപ്പോൾ ചെറിയ ക്യൂബാക്കിയാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് റെഡിയായി വന്നതിന് ശേഷം ഞാനൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒത്തിരി അങ്ങ് വാടേണ്ട. എന്നിട്ട് നമുക്ക് കുറച്ച് ക്യാബേജ് ചേർക്കാം. ക്യാബേജ് ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ഒന്ന് വാടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നമുക്ക് നല്ലപോലെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ല ഹെൽത്തി ഫ്രൈഡ് റൈസാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാനും മുട്ട കഴിക്കാനും ഒക്കെ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണും. അപ്പോൾ അവർക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. കാരണം ഇതിനകത്ത് വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. കറിയുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. അപ്പം നമ്മുടെ റൈസൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസുമായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രൈഡ് റൈസിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ഓപ്ഷണലാണ്. അത് വേണ്ടവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ ചില്ലി സോസ് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ കളറിന് വേണ്ടിയാണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. വേണ്ടാത്തവർക്ക് അത് ചേർക്കണ്ട. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് വേണ്ടവെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് മുമ്പ് മാറ്റി വെച്ച നമ്മുടെ എഗ്ഗ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മുട്ട ലാസ്റ്റ് ചേർത്താൽ മതി.
നമുക്കിപ്പോൾ ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കൻ ചേർക്കാം, ബീഫ് ചേർക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ മിക്സ്ഡായിട്ട് എല്ലാം കൂടി ചേർത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എഗ്ഗാണ്, എഗ് ഫ്രൈഡ് റൈസ് ആണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ രാവിലെ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾസും 2 എഗ്ഗും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. നമുക്ക് ഈ റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസ് വേണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, ആ ചോറ് വേണമെങ്കിലും വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ നല്ലപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഹെൽത്തി എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്